ടോക്കിയോ റിവെഞ്ചേഴ്സ് ഈ ഒരു ആനിമേ സീരീസിൻ്റെ സീസൺ 3 ഇന്നലെയാണ് അവസാനിച്ചത്. അതായത് ഇന്നലെയാണ് അതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ്, 13ാമത്തെ എപ്പിസോഡ് ഇന്നലെയാണ് റിലീസ് ചെയ്തത്. സോ അതോടെ ആ സീസൺ 3 ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ എസ്പെഷ്യലി സീസൺ 1 മുന്നേ കണ്ടാണ്. സീസൺ 2 സീസൺ 3 അടുപ്പിച്ച് ഇപ്പാണ് ബിഞ്ച് വാച്ച് ചെയ്ത് കണ്ടു തീർത്തത്. ഞാൻ കുറച്ച് ഡിലേ ആയി സീസൺ 2 കാണാൻ വേണ്ടി. സോ ഇപ്പോൾ സീസൺ 3 ഇറങ്ങിയ സമയത്താണ് സീസൺ 2 കൂടി കൂട്ടി കണ്ട് ഫുൾ തീർത്തത്. സോ നല്ലൊരു ആനിമേ സീരീസ് തന്നെയാണ്. സോ ഈ ഒരു ആനിമേൻ്റെ സ്റ്റോറി പ്ലോട്ട് എന്താ വെച്ചാൽ, ഹനാഗാക്കി ടാക്കിമിച്ചി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. സോ ആ ഒരു ക്യാരക്ടറിന് ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു എബിലിറ്റി വരികയും പിന്നെ ആ ക്യാരക്ടർ തൻ്റെ പാസ്റ്റിലേക്ക് പോയിട്ട് ടോക്കിയോ മാജിക് ഗാങ്ങിലെ ലീഡർ ആയിട്ടുള്ള മൈക്കി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറെ ബന്ധപ്പെടുകയും പിന്നെ തുടർന്ന് നടക്കുന്ന കാര്യങ്ങൾ എടുത്ത് കാണിക്കുന്ന ഒരു ആനിമേ സീരീസ് ആണ് ഈ ഒരു ടോക്കിയോ റിവെഞ്ചേഴ്സ്. സോ ഈ സ്റ്റോറി ലൈൻ ഒരു സീരീസ് തുടങ്ങുമ്പോൾ തന്നെ ഉള്ളതാണ്. പിന്നെ അങ്ങോട്ടേക്ക് ഈ ഒരു സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് പോയിക്കൊടുക്കുന്നത്. ഒരു ടൈം ട്രാവലും പിന്നെ അങ്ങോട്ടേക്ക് നടക്കുന്ന ഗാങ്സ്റ്റർ സംഭവങ്ങൾ തന്നെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഇതിൻ്റെ ഒരു പ്ലോട്ട് തന്നെയാണ്. അതായത് നമ്മളെ ഒരു ഗാങ്സ്റ്റർ സീസൺ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എസ്പെഷ്യലി ഗാങ്സ്റ്റർ സീസൺ ഇഷ്ടമാണെങ്കിൽ, എസ്പെഷ്യലി ഗാങ്സ്റ്റർ വാറോ അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഒരു ആനിമേ സീസൺ എന്തായാലും നിങ്ങൾ കാണാം. അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. എസ്പെഷ്യലി ടൈം ട്രാവലിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇതിനകത്തുണ്ട്. ടൈം ട്രാവലും ഒരു ഗാങ്സ്റ്റർ സംഭവങ്ങളെല്ലാം മിക്സ്ഡ് ടൈപ്പ് ആക്കിയിട്ടാണ് ഇതിനകത്ത് കൊണ്ടുപോയിട്ടുള്ളത്. ആ രണ്ട് കാര്യങ്ങൾ ടൈപ്പ് ആക്കിയിട്ട് നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ സംഭവത്തിൽ. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് വെറൈറ്റി സീരീസ് ആണ്. ഇതുവരെ നമ്മൾ കാണാത്തൊരു കോൺസെപ്റ്റാണ് ഇതിനകത്ത് ചർച്ച ചെയ്ത് പോകുന്നത്. ആ ഒരു ടൈം ട്രാവൽ ചെയ്തിട്ട് ഈ ടാക്കിമിച്ചി ഹനാഗാക്കി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഈ ഒരു ഫ്യൂച്ചറിലേക്കും പാസ്റ്റിലേക്കും ടൈം ട്രാവലിൽ പോകുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി ഒരു ഗാങ്സ്റ്ററിൻ്റെ ഇടയിൽ കൂടെ തന്നെ. അപ്പോൾ ഈ ഒരു ഗാങ്സ്റ്ററിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ സ്റ്റോറി റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം പോകുന്നത്. ഈവൻ ആ ഒരു സീസൺ 1 തൊട്ടിട്ട് സീസൺ 3 വരെ ഫുള്ളി അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ബോർ അടിപ്പിക്കുന്നില്ല. അതൊരു ഈ ആനിമേ സീരീസിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. നമുക്ക് ഒരിക്കലും ബോർ അടിക്കുന്നില്ല ഈ സീരീസ്. അതായത് ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ് ഫുൾ കാണിക്കുന്നത്. പക്ഷെ അത് നല്ല രീതിക്ക് തന്നെ ബോറടിപ്പിക്കാനും നല്ല സ്ട്രോങ്ങിന് ഹൈലി എൻഗേജിങ് ആക്കിക്കൊണ്ട് തന്നെ ഈ ഒരു ആനിമേ സീരീസ് കൊണ്ടുപോകാൻ ഈ ഒരു റൈറ്റേഴ്സിനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്യാരക്ടർ പാസ്റ്റിലേക്ക് പോയിട്ട് കുറേ കാര്യങ്ങൾ ശരിയാക്കുന്നത് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ, തിരിച്ച് ഫ്യൂച്ചറിലേക്ക് ക്യാരക്ടർ പോകുമ്പോൾ അവർ കുറേ അധികം കാര്യങ്ങൾ മാറിയിട്ടുണ്ടാവും. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കൂടിയാണ് ഈ ഒരു സംഭവം. ഈ ഫുൾ സീസൺ നോക്കിയിട്ട് കഴിഞ്ഞാൽ അതന്നെയാണ് മെയിൻ പ്ലോട്ടായിട്ട് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതൊക്കെ നല്ല രസത്തിൽ ഇവർ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേയധികം ഗ്യാങ് വാറും കുറേയധികം ഗ്യാങ്ങിൻ്റെ കോൺഫ്ലിക്ട്സും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഈ ടോക്കിയോ മാജിക് ഗാങ് ഗ്യാങ് ആയിരുന്നു നമ്മളെ ഒരു മെയിനായിട്ട് ഇതിനകത്ത് കാണിക്കുന്നത്. പക്ഷേ അപ്പുറത്ത് ഒരു എനിമി ഗ്യാങ് എന്ന് പറയുമ്പോൾ കുറേ ഗ്യാങ് വരുന്നുണ്ട്. എസ്പെഷ്യലി ടെൻജിക്കു എന്ന് പറഞ്ഞൊരു ഗ്യാങ് വരുന്നുണ്ട്. ടെൻജിക്കു ആർക്കാണ് ഇപ്പോൾ സീസൺ 3 ഒരു ആർക്ക്. പിന്നെ വൽഹാല എന്ന് പറയുന്ന ഗ്യാങ് വരുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് ഡ്രാഗൺ, കുറേ ഗാങ്സ്റ്റേഴ്സും ഗാങ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ഇൻട്രസ്റ്റിംഗ് ഗ്യാങ് വാറും കാര്യങ്ങളും എല്ലാം കാണാൻ വേണ്ടി ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു സീസൺ എന്തായാലും തീർച്ചയായും ഉപകാരപ്പെടും. ഈ ഒരു ആനിമയിലെ മെയിൻ ആനഗോണിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഹനാഗാക്കി ടാക്കിമിച്ചി തന്നെയാണ്. സോ ആ ഒരു ക്യാരക്ടറിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു സീരീസ് മൊത്തം പോകുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഈ ഒരു ആനിമയെ തന്നെ ഭയങ്കര വീക്കസ്റ്റ് ക്യാരക്ടർ എന്നെല്ലാം പറയില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതായത് തീരെ പവറൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഗാങ്സ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വീക്കസ്റ്റ് ക്യാരക്ടർ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ആ ക്യാരക്ടറിൻ്റെ ഒരു മൈൻഡ് പവർ, ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഡെഡിക്കേഷനിലുണ്ട് ഈ ഒരു ആനിമേ സീരീസിൽ കാണിക്കുന്നത്. സോ അതെല്ലാം കൊണ്ടാണ് ഈ ഒരു ആനിമേ സീരീസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്രയും വീക്കസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എങ്ങനെയാണ് ഈ ഒരു സീരീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ആണെങ്കിൽ ഈ സീരീസ് എന്തായാലും കണ്ടുനോക്കുക. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ ടോക്കിയോ മാജിക് ഗാങ്ങിലെ മൈക്കി എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ഈ ഒരു ഹനാഗാക്കി ടാക്കിമിച്ചി മീറ്റപ്പ് ചെയ്യുന്നുണ്ട്. സോ ഒരു മൈക്കി എന്ന് പറയുന്ന ക്യാരക്ടർ കൂടുതൽ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടൊരു ക്യാരക്ടറാണ്. സോ ആ ഒരു ക്യാരക്ടറായിട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ക്യാരക്ടറിന് ഉണ്ടാകുന്ന മാറ്റങ്ങളും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളെല്ലാം ഭയങ്കര രീതിക്ക് രസമായിട്ടാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. സോ അതേപോലെ തന്നെ കുറേയധികം കിടിലൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. മൈക്കി, ഡ്രാക്കൻ, ബാജിലെന്ന് പറഞ്ഞ കിടിലൻ ക്യാരക്ടേഴ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറേയധികം മനസ്സിൽ തട്ടുന്ന കുറേ ക്യാരക്ടേഴ്സൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. എസ്പെഷ്യലി വില്ലൻസും അടിപൊളി തന്നെയാണ്. ഒരു എതിർപക്ഷത്ത് നിൽക്കുന്ന കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അവരും അടിപൊളി തന്നെയാണ്. സോ അങ്ങനത്തെ കുറേ കിടിലൻ ക്യാരക്ടേഴ്സിനും കൂടി ഈ ആനിമേ സീരീസ് നൽകുന്നുണ്ട്. സോ അത് സീസൺ 3 എത്തുമ്പോൾ അത് കൂടുതലായിട്ട് ഫുള്ളായിട്ട് വികസിപ്പിക്കുന്നുണ്ട് വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി സീസൺ 1 സീസൺ 2 വരുവാണെങ്കിൽ നമ്മളിപ്പോൾ ടോക്കിയോ മാജിക് ഗാങ്ങിൽ തന്നെ കുറേയധികം കോൺഫ്ലിക്ട്സും കാര്യങ്ങളും കാണിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. സീസൺ 3 എത്തുമ്പോൾ കുറച്ചും കൂടി എക്സ്റ്റൻഡ് ആയിട്ട് ഇവർ കാണിക്കുന്നുണ്ട്. കുറേയധികം കാര്യങ്ങൾ റിവീൽ ചെയ്യുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾ. എസ്പെഷ്യലി ഇവരുടെ ഫാമിലി തന്നെ, ഇപ്പോൾ ടോക്കിയോ മാജിക് ഗാങ്ങിൽ ഒരു ഫാമിലി ഉണ്ട്. ആ ഒരു ഫാമിലിയിൽ തന്നെ ഉണ്ടാകുന്ന കുറേ മിസ്റ്റീരിയസ് കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നുണ്ട് ഈ സീസൺ 3 എത്തുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഈ സീസൺ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഈ ഒരു ആനിമേ സീരീസ് കാണാത്തവരുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഗാങ്സ്റ്റർ മൂവീസും കാര്യങ്ങളും ഈ ടൈം ട്രാവലും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കണ്ടുനോക്കുക എനിക്ക് പറയാനുള്ളൂ. ഈ ടൈം ട്രാവലിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും മറ്റേ കിളിപാർത്തുന്ന സംഭവങ്ങളോ അങ്ങനത്തെ സംഭവങ്ങളല്ല, വളരെ പ്ലെയിൻ ആയിട്ടുള്ള സ്റ്റോറി ലൈനിലാണ് പോകുന്നത്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടൈം ട്രാവൽ, അത് ട്രിഗർ ചെയ്യുന്ന സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. ഈ ക്യാരക്ടർ എങ്ങനെ ടൈം ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. സോ അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഈ സീസൺ എന്തായാലും കാണുക. സോ ആ ഒരു ഗാങ്സ്റ്റർ സംഭവം ഈ ഒരു ടൈം ട്രാവൽ അതന്നെയാണ് ഏറ്റവും കൂടുതൽ പ്ലസ് പോയിന്റ് ഈ ഒരു ആനിമേ സീരീസിലെ. ആ സംഭവം മിക്സപ്പ് ആയിട്ടുള്ള ആ സാധനം വർക്കൗട്ട് ചെയ്ത് അങ്ങനെ ഇരിക്കും, അതാണ് ഈ ഒരു സീരീസ്. സോ അത്ര തന്നെ പറയാനുള്ളൂ. ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. കുറേ കിടിലൻ ക്യാരക്ടേഴ്സ്, കിടിലൻ സ്റ്റോറി ലൈന്, കിടിലൻ പ്ലോട്ട്,
ഉള്ള ഫൈറ്റ് സീക്വൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു സീരീസിലുണ്ട്. സോ എനിക്കൊന്ന് മാങ്കയിൽ ഇനി 2 ആർക്കും കൂടിയേ ഉള്ളൂ, ഇനി ഫൈനൽ ആർക്ക് വരാൻ കുറച്ചും കൂടിയേ ഉള്ളൂ. സോ സീസൺ 3 എന്ന് പറയുമ്പോൾ ഏകദേശം അടുത്തായി തന്നെയാണ് ഞാൻ പറയുന്നത് നിൽക്കുന്നത്. ആ മാങ്ക ഇതുവരെ റെഡി ആയിട്ടില്ല. സോ ഇനി അടുത്ത ആർക്ക് അടുത്ത വർഷം തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നല്ലൊരു സീസൺ 3 ഫിനാലെ തന്നെയായിരുന്നു നൽകിയത്. പെട്ടെന്ന് ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച പോലെയാണ് സീസൺ 3 ഫിനാലെ നൽകിയത്. അതായത് പെട്ടെന്ന് നിർത്തിയ പോലെ, അതായത് നമുക്ക് അടുത്തൊരു സീക്വൻസ് കാണാണ്ട് പെട്ടെന്ന് ഇവിടെ വെച്ച് നിർത്തിയ പോലെയാണ് എനിക്ക് സീസൺ 3 എപ്പിസോഡ് 13ാമത്തെ എപ്പിസോഡ് ലാസ്റ്റ് എപ്പിസോഡ് എനിക്ക് തോന്നിയത്. അത് ഫോൾട്ടായിട്ട് പറയാൻ കഴിയില്ല, അടുത്തേക്കുള്ള ഒരു നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷ ഒരു എപ്പിസോഡിൽ കൂട്ടുന്നുണ്ട്. സോ മൊത്തത്തിൽ ഇപ്പം 3 സീസൺസ് ആണ് ഇറങ്ങിയിട്ടുള്ളത്. ഓരോ സീസണിൽ 13 എപ്പിസോഡ്സ് സെറ്റാണ് ഉള്ളത്. സോ കണ്ടിട്ട് എന്തായാലും കണ്ടുനോക്കുക. നല്ലൊരു ഗാങ്സ്റ്റർ മൂവിയും ഗാങ്സ്റ്റർ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളെല്ലാം കാണാൻ ഇഷ്ടമുള്ളവർ ഈ ഒരു സീസൺ എന്തായാലും കണ്ടുനോക്കുക. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.